ഈ പെരുമ്പാവൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി മനോജ് മൂത്തേടന് ലഭിക്കേണ്ട വോട്ടുകൾ ഒരു വിഭാഗം അട്ടിമറിച്ചു എന്നൊരു പരാതി വരുന്നു. ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾക്കെതിരെ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ. എൽദോസ് കുന്നപ്പള്ളിയെ അനുകൂലിക്കുന്ന പ്രാദേശിക നേതാക്കളാണ് വോട്ട് വലിക്കാൻ ശ്രമിച്ചതെന്നാണ് ആക്ഷേപം. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, ഈ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. എൽദോസ് കുന്നപ്പള്ളി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എൽദോസിന് ഈ സ്ഥാനാർത്ഥിയാകാൻ പറ്റിയില്ല. പകരം അവിടെ മനോജ് മൂത്തേടൻ വരുന്നു. ആദ്യം പിണങ്ങി നിന്ന എൽദോസ് പിന്നീട് ഈ പ്രചാരണ രംഗത്ത് മൂത്തേടന് വേണ്ടി സജീവമാകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം തിരഞ്ഞെടുപ്പ് വിധി വരാൻ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ എന്താണ് മൂത്തേടന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സേതു. അതായത് മനോജ് മൂത്തേടൻ നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പെരുമ്പാവൂർ സ്ഥാനാർത്ഥിയായി വരുന്നു. അവിടെ എൽദോസ് കുന്നപ്പള്ളി ആയിരുന്നു 2 തവണ MLA ഉണ്ടായിരുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയാണ് മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയാവുന്നത്. ഈ ഘട്ടത്തിൽ എൽദോസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പിന്നീട് എൽദോസിനെ നേതാക്കൾ തന്നെ അന്വയിപ്പിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ അവിടെയും ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ബ്ലോക്ക് കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതും മനോജ് മൂത്തേടനെ അനുകൂലിക്കുന്ന ആളുകളാണ് ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, പ്രത്യേകിച്ച് അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള ബേസിൽ പോൾ മുൻപ് പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ ബേസിൽ പോളിൻ്റെ അനുകൂലികളായി നിന്നിരുന്ന വിഭാഗം, അവർ വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. മനോജ് മൂത്തേടന് ലഭിക്കേണ്ട വോട്ടുകൾ പലതും അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണമായി ഉയർന്നു വരുന്നത്. എന്തായാലും ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മനോജ് മൂത്തേടൻ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ പ്രാദേശിക നേതൃത്വത്തിലെ ചില നേതാക്കൾ അവരെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നു. മാത്രമല്ല, അവർ കൃത്യമായ ഇലക്ഷൻ വർക്കിൽ മുന്നോട്ട് പോയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും അദ്ദേഹം പരാതി നൽകുക. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂരിലെ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി തിരഞ്ഞെടുപ്പിൽ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ റിസൾട്ട് വരാൻ ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകാൻ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ ഒരുങ്ങുന്നത്. അതായത് അവിടുത്തെ കോൺഗ്രസിൽ, പെരുമ്പാവൂരിലെ പ്രാദേശിക കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു സേതു. ഓക്കെ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.